ഹായ്, വെൽക്കം ടു സയൻസ് മലയാളം. ഊർജമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. ഒരു കൂട്ടം ഊർജമാറ്റങ്ങൾ നമുക്ക് ഈ പരീക്ഷണത്തിലൂടെ ഒന്നിച്ച് ദർശിക്കാനാകും. ഈ ബോർഡിൽ 2 മിനി മോട്ടോറുകൾ ക്ലാമ്പ് ഉപയോഗിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. മിനി മോട്ടോറുകളുടെ രണ്ടിനെയും ആക്സിസ് അഥവാ അക്ഷങ്ങളെ തമ്മിൽ ഒരു റീഫിൽ ഉപയോഗിച്ച് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. റീഫില്ലിൽ കറങ്ങുമ്പോൾ 2 മിനി മോട്ടോറുകളും ഒരുമിച്ച് കറങ്ങും. ഈ റീഫില്ലിൽ ഒരു നൂല് കെട്ടിവെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നൂല് ഇതിൽ ചുറ്റുന്നത് എന്ന് കാണിക്കാം. നൂല് അതിൽ ചുറ്റി വെച്ചിരിക്കുകയാണ്. ആ നൂലിൻ്റെ അറ്റത്താണ് ഈ ഭാരമേറിയ നെട്ട് കെട്ടിവെച്ചിരിക്കുന്നത്. മിനി മോട്ടോറുകളിലേക്ക് നമ്മൾ വൈദ്യുതി നൽകുന്നില്ല. പകരം വൈദ്യുതി നൽകാൻ ഉപയോഗിക്കുന്ന ഈ മോട്ടോറിൻ്റെ ടെർമിനലിൽ ഇവിടെ ഒരു LED കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മിനി മോട്ടോറിലേക്ക് വൈദ്യുതി നൽകാനുള്ള ടെർമിനലിൽ ഒരു ബസറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് വൈദ്യുതി നൽകുന്ന ഒരു സംവിധാനവും ഇല്ല എന്ന് ചുരുക്കം. പക്ഷേ വൈദ്യുതി നൽകാതെ തന്നെ നമുക്ക് ഈ LED ബൾബിനെ പ്രകാശിപ്പിക്കാനും ബസറിൽ നിന്ന് ശബ്ദമുണ്ടാക്കാനും സാധിക്കും. എങ്ങനെയെന്നല്ലേ, ഞാൻ ഈ റീഫില്ലിൽ നിന്ന് കൈയെടുക്കുന്ന സമയത്ത് നെറ്റിൻ്റെ ഭാരം കൊണ്ട് അത് താഴെ വീഴും. ആ സമയം അതിവേഗം ആ റീഫില്ല് കറങ്ങും. അന്നേരം നിങ്ങൾക്ക് LED പ്രകാശിക്കുന്നതും ബസറിൽ നിന്ന് ശബ്ദം വരുന്നതും കേൾക്കാൻ സാധിക്കും. ഇനി നമുക്ക് പരീക്ഷണം ചെയ്തു നോക്കാം. ബൾബ് പ്രകാശിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ബസറിൽ നിന്നുള്ള ശബ്ദം നിങ്ങൾ കേട്ട് കാണും. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഈ നെറ്റ് ഞാൻ താഴേക്ക് വിട്ടപ്പോൾ ഇതിന് സ്ഥാനം കൊണ്ടുണ്ടായിരുന്ന സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി ഗതികോർജം അഥവാ കൈനറ്റിക് എനർജിയായി മാറി. അങ്ങനെ നെറ്റ് താഴേക്ക് വീഴുന്ന സമയത്ത് അതുമായി ബന്ധിച്ച ഈ ആക്സിസ് റൊട്ടേറ്റ് ചെയ്തു. ഈ റീഫില്ലിൻ്റെ അക്ഷം കറങ്ങി. അങ്ങനെ കറങ്ങിയപ്പോൾ അതുമായി ബന്ധിച്ച 2 മിനി മോട്ടോറുകളും റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ മിനി മോട്ടോറുകളിൽ യാന്ത്രികോർജമുണ്ടായി. ഈ യാന്ത്രികോർജമാണ് മിനി മോട്ടോറുകളിൽ വെച്ച് വൈദ്യുതോർജമായി മാറിയത്. ആ വൈദ്യുതോർജം ഇവിടെയുള്ള LED-യിലെത്തിയപ്പോൾ പ്രകാശോർജമായി, ഇവിടെയുള്ള ബസറിലെത്തിയപ്പോൾ ശബ്ദോർജമായി. അപ്പോൾ ഒരു കൂട്ടം ഊർജമാറ്റങ്ങളാണ് നാം ഇവിടെ കണ്ടത്. ഇതിന് സഹായിച്ചത് നാം ജനറേറ്ററായി പരിവർത്തിപ്പിച്ച മിനി മോട്ടോറുകളാണ്. ഈ പരീക്ഷണം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ചെയ്തു നോക്കാം.